മണിയാണെങ്കിൽ നിങ്ങൾ ആ കവറിൻ്റെ ഉള്ളിലോട്ട് ആ അഡ്രസ്സ് എഴുതിയില്ലേ, അതിനവിടെ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾ ചെറുതായിട്ട് മെൻഷൻ ചെയ്യണം. 53 മണി ജപമാലയാണ് ഉണ്ടാക്കേണ്ടത്, അതല്ല 10 മണി മാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ രണ്ടിലും നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന 53 മണി ജപമാലയാണോ 10 മണി ജപമാലയാണോ എന്നുള്ളത് ആ ഒരു അഡ്രസ്സിൻ്റെ കടലാസിൻ്റെ അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ ഞാൻ 53 മണി ജപമാല ഉണ്ടാക്കി പോകും, നിങ്ങൾ ചിലപ്പോൾ 10 മണി ജപമാല ആണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യപ്പെടുക. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചിലപ്പോൾ 53 മണി ജപമാല ഉണ്ടാക്കിയെന്ന് വരും. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ വരാണ്ടിൻ്റെ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മണി ജപമാല ആണ് ഉണ്ടാക്കേണ്ടത് എന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യുക, കത്തിൻ്റെ കവറിൻ്റെ ഉള്ളിലോട്ട് മെൻഷൻ ചെയ്തിരുന്ന് അതിന് വേറെ പേപ്പറിലോ നിങ്ങൾ എഴുതുക 10 മണി ജപമാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ചിലർക്ക് അങ്ങനെ ആയിരിക്കും, ചിലർക്ക് 53 മണി ജപമാലയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ മെൻഷൻ ചെയ്യുക. 53 മണി ജപമാല ഉണ്ടാക്കണോ അതോ 10 മണി ജപമാല ഉണ്ടാക്കണോ അതോ രണ്ടും ഉണ്ടാക്കണമെന്ന് നിങ്ങൾ എഴുതിന്ന് അയക്കുക. കത്തിൻ്റെ കവറിൻ്റെ ഉള്ളിലോട്ട് മെൻഷൻ ചെയ്യുക. എന്തായാലും 10 മണി ജപമാല ആയാലും 53 മണി ജപമാല ആയാലും എന്തായാലും ഞാൻ ഉണ്ടാക്കി തരും. അത് എൻ്റെ കയ്യിലോട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ അത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കെട്ടി നിങ്ങളുടെ കയ്യിലോട്ട് നിങ്ങളുടെ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിലേക്ക് ഞാൻ അയക്കുന്നതായിരിക്കും. അത് എല്ലാം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയി മാത്രം നിങ്ങൾ വീട് അഡ്രസ്സിലേക്ക് ഞാൻ അയക്കുന്നതായിരിക്കും. അത് എവിടെ ഇരുന്നാലും എവിടുത്തെ ആളായാലും ഞാൻ എന്തായാലും ഞാൻ അയക്കും. അതിൻ്റെതായ